വീണ്ടും ഒരു PSU നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് ഗേറ്റ് ഇല്ലാതെ ഡയറക്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നത്. എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഇത്തവണ അവസരം വന്നിരിക്കുന്നത്. അതായത് IOCL ഇത്തവണ വന്നിരിക്കുന്ന CBT ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ബിടെക് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ്. കാരണം ഒരുപാട് വേക്കൻസിയോട് കൂടിയാണ് ഇത്തവണത്തെ IOCLന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ IOCLൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഗേറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാവരും ചിന്തിക്കുന്നതാണ് PSU എന്ന ഗേറ്റ് ആണ്. അങ്ങനെയല്ല. എന്നാൽ അതായത് PSU എന്നാൽ ഗേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും കാണരുത്. PSUs ഗേറ്റിലൂടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ടെൻഡൻസി വളരെ വ്യാപകമായിരിക്കുകയാണ്. അതായത് ഇത് IOCLൽ മാത്രമല്ല, ഇതിന് മുന്നേ HPCLലും BPCLലും തുടങ്ങിയ ഒരുപാട് കമ്പനികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിലേക്കുള്ള അപ്ലിക്കൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നമ്പേഴ്സാണ്. കഴിഞ്ഞ പല PSUസിലും ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം പോസ്റ്റിലേക്കുള്ള നമ്മുടെ ഈ ഒരു ആൾക്കാർ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഗ്രേഡ് A പോസ്റ്റിലേക്ക് ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചിൽ വന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മിനിമം മാർക്ക് 65%. അതിൽ തന്നെ റിലാക്സേഷൻ വരുന്നത് SC ST ഓർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ 55% എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന മാർക്ക് ക്രൈറ്റീരിയ ഉള്ളത്. സോ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മാർക്ക് പെർസെൻറ്റേജ് ഉള്ള ആളുകൾക്ക് മാത്രമേ, ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡിപ്ലോമ പോസ്റ്റ്, അതായത് ഡിപ്ലോമ എഞ്ചിനീയർ ഗ്രേഡ് E0 ആണ്. ഇവിടെ എന്താണ് 3 ഇയർ ഡിപ്ലോമ 65% മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55% ഫോർ SC ST ഓർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിലെ വേക്കൻസീസ്, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എത്രത്തോളം വേക്കൻസീസ് ഈ പോസ്റ്റുകളിൽ വന്നിട്ടുണ്ട് എന്നറിയാനല്ലേ. വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള വേക്കൻസി എന്നാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ സിവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് A പോസ്റ്റിൽ സിവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 62 പോസ്റ്റ്, കെമിക്കലിൽ 16 പോസ്റ്റ്, ഇലക്ട്രിക്കലിൽ 75 പോസ്റ്റ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 32, മെക്കാനിക്കലിൽ 118, ഇൻസ്ട്രുമെൻറ്റേഷനിൽ 35, കമ്പ്യൂട്ടർ സയൻസിൽ 22, അതേപോലെ ലോ ആൻഡ് മാർക്കറ്റിംഗ് എന്നുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ക്വാണ്ടിറ്റി കൺട്രോൾ കെമിസ്ട്രിയിലും പറയുന്നുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ഗ്രേഡ് E0 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് E0ൽ ഇലക്ട്രിക്കലിൽ 14 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കലിൽ 21 ഒഴിവുകൾ, സേഫ്റ്റിയിൽ 15 ഒഴിവുകളുമാണ് വന്നിരിക്കുന്നത്. ഇനി ഗ്രേഡ് A തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ വന്നിരിക്കുന്നത് 6 ഒഴിവുകൾ വന്നിട്ടുണ്ട്, കെമിക്കലിൽ 4 ഒഴിവുകൾ വന്നിട്ടുണ്ട്, ഇലക്ട്രിക്കലിൽ 10 ഒഴിവുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 4 ഒഴിവുകൾ, മെക്കാനിക്കലിൽ 15 ഒഴിവുകൾ, ഇൻസ്ട്രുമെൻറ്റേഷനിൽ 6, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ൽ 4 എന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത്. സോ ഗംഭീരമായിട്ടുള്ള വേക്കൻസിയാണ്. ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ 468 വേക്കൻസിയാണ് ഇത്തവണത്തെ ഈ IOCL നോട്ടിഫിക്കേഷനിൽ മാത്രം വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു 3 മാസത്തെ സ്പാൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാസങ്ങൾക്കിടയിൽ തന്നെ ഏതാണ്ട് 2000-ലധികം ഒഴിവുകളാണ് PSUസിലൂടെ മാത്രം വിളിച്ചിരിക്കുന്നത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വയസ്സാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 26 മാത്രമാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊന്നും ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ കഴിയില്ല. 26 ഏജ് ലിമിറ്റ്. റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെതും, SC ST ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെതും, അതേപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ 10 ഇയേഴ്സിൻ്റെ ഒരു റിലാക്സേഷൻ അവിടെ വരുന്നുണ്ട്. ഇനി അതിലെ ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 14 അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്റ്റംബർ 3 വരെ എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സെപ്റ്റംബർ 15-ന്, എക്സാംസ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 24-ന്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അല്ലേ. അതായത് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത സെപ്റ്റംബർ 24 എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എക്സാം, ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒട്ടനേകം അവസരങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് IOCL. ഇനിയും വൈകാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് 15, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന്
നിന്ന് 15, അതേപോലെ ഡൊമൈൻ നോളജിൽ നിന്ന് 90 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്പെസിഫിക് ട്രേഡിൽ നിന്നുള്ള 50 ക്വസ്റ്റ്യൻസും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അത് കൂടാതെ 5% വെയിറ്റേജ് അവർ കൊടുക്കുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അതുപോലെ ഇൻ്റർവ്യൂസിന് 10% വെയിറ്റേജും വരുന്നുണ്ട്. അങ്ങനെ 85+5+10 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ എത്തും. ഇപ്പം നമ്മൾ ഗ്രേഡ് എ പോസ്റ്റിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ 18.4 ലക്ഷമാണ് ഇതിൻ്റെ CTC വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേഡ് E0 ഡിപ്ലോമ ലെവൽ നോക്കുകയാണെങ്കിൽ 11.1 ലക്ഷമാണ് CTC വന്നിരിക്കുന്നത്. അതായത് ഇൻ ഹാൻഡ് സാലറി നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ 1 ലക്ഷത്തിൻ്റെ മുകളിലും, നിങ്ങൾ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ 75,000 മുകളിലുമായിരിക്കും നിങ്ങൾക്ക് സാലറി ഇൻ ഹാൻഡ് ലഭിക്കാൻ പോകുന്നത്. ഒരുപാട് ഹെൽത്ത് ഫെസിലിറ്റീസ്, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ്, അങ്ങനെ തുടങ്ങിയ ഒട്ടനേകം അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് IOCL ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ ഫീ 1000 റുപ്പീസ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് www.iocl.com കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് അടുത്ത ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. വളരെ ചുരുക്കം ആളുകളാണ്. പക്ഷേ വേക്കൻസി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് റെയർ ആയിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ട്രെൻഡ് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്തരം PSUs നിരന്തരം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. സോ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. മലയാളികൾ കുറച്ച് പിന്നിലാണ്. ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, PSU ബാച്ചസുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ എൻട്രിയുടെ PSU ബാച്ചസിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ്, പഠിച്ചു തുടങ്ങിയല്ലേ? വിഷ് യു ഓൾ ദ ബെസ്റ്റ്.